കണ്ടിന്യൂസ് ആയിട്ട് ഫീഡുകളൊക്കെ കാണാറുണ്ട്. ഓഡിയോ ഫുള്ള് കേൾക്കാറുണ്ട്, സ്കിപ്പ് ചെയ്യാറില്ല. ഭയങ്കര ടെൻഷനായിരുന്നു, എന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുമോ, അപ്പോയിന്റ്മെന്റ് കിട്ടുമോ. അങ്ങനെ ഞാൻ കാത്തുകാത്തിരുന്ന ഒരു കാര്യമാണ് എന്റെ ലൈഫിൽ കാര്യം. ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം തന്നെ ആളിനെ തന്നെ എനിക്ക് കിട്ടി. ഒരു വരി പോലും സ്കിപ്പ് ചെയ്യാതെ ഞാൻ എല്ലാ വീഡിയോസും കാണുന്നതും ഒന്ന് നീക്കി വെക്കാറേ ഇല്ല. ഞാൻ ആ ഹോൾ ഇടുന്നത് കാണും, വീട്ടിൽ നിന്ന് വരുന്നതും ആ വീട്ടിലെത്തുന്നതും അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും മെഹന്തി ഇടുന്നതും പോകുന്നതും ഒക്കെ. സത്യം പറയാലോ, ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലയന്റ് നമുക്ക് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഒരു ഭാഗ്യം വേറെ ഉണ്ട്. അവർക്ക് പാപ്പാലയിലായിരുന്നു, ബ്രൈഡിന്റെ പേര് അഖിലം എന്നാണ്. അങ്ങനെ ബ്രൈഡിന്റെ വീട്ടിലെത്തിയപ്പോ കണ്ടത് ഇതൊക്കെയാണ്, കുറെ ബോട്ടിൽ ആർട്സും പിന്നെ അതേപോലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, ട്രോഫികൾ, ഇതൊക്കെ ഉമ്മയുടെ കലാസൃഷ്ടികളാണ് കേട്ടോ ആ ബോട്ടിൽ ആർട്സ് ഒക്കെ. പിന്നെ ആ ട്രോഫികൾ എന്റെ ബ്രൈഡിന്റെ ആണ്, പിന്നെ ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ബ്രൈഡിന്റെ വാപ്പ. ചെന്ന സമയം മുതൽ എനിക്ക് കിട്ടിയ ആ ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത്ര കംഫർട്ടായിട്ടിരുന്നാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തത്. സത്യം പറയാം, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനേ മനസ്സ് വരുന്നില്ലായിരുന്നു. ബ്രൈഡിന്റെ വാപ്പായാണ് കേട്ടോ ബ്രൈഡിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തെടുക്കുന്നത്. ഒരു ലോഡ് ഫോട്ടോസ് എനിക്ക് കിട്ടിയായിരുന്നു. ബ്രൈഡിന്റെ ഉമ്മച്ചിമായും വാപ്പുമായും ഉണ്ടായിരുന്നു, അവരും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ, എന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബ്രൈഡിന്റെ ഉമ്മാരെ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ബ്രൈഡിന്റെ ഉമ്മച്ചിമ്മ വന്നിട്ട് ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നത് എല്ലാം വെട്ടിക്കളഞ്ഞെന്നും പറഞ്ഞ് എന്റെ അടുത്തിരുന്ന് പരാതി അറിയുന്നുണ്ടായിരുന്നു. വേറെ എന്തും പഴയ ആൾക്കാർ സഹിക്കും, ഈ മുടി വെട്ടുന്നത് മാത്രം അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്റെ ബ്രൈഡാണെങ്കിൽ ഒരുപാട് മെഹന്തി പോസസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ബ്രൈഡിന്റെ വാപ്പാണെങ്കിൽ യാതൊരുവിധ മടിയും കൂടാതെ ഒക്കെ എടുത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡിന്റെ ഉമ്മായും വാപ്പായും ബ്രൈഡിന്റെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്, അതുപോലെയാണ് കേട്ടോ അവർ ബിഹേവ് ചെയ്യുന്നത്. ബ്രൈഡിന്റെ ഉമ്മായി പോപ്പി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. എനിക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്റെ ഉമ്മയ്ക്കും കൂടെ ഒരു സിമ്പിൾ ഡിസൈൻ വരച്ചെടുക്കണമെന്ന് ബ്രൈഡിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ. ഒരു ഡിസൈൻ ആള് തന്നെ കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ ആള് നല്ല ഹാപ്പിയായി. കല്യാണത്തിന് 2-3 പൂജ്യങ്ങൾ മാത്രം ഇട്ട് എന്നെ ഇത്രയും മനോഹരമായ കൈകള് ആക്കിയെടുത്താണ്. എനിക്കറിയാം, ഈ വ്ളോഗിന് വേണ്ടിയിട്ട് എന്റെ ബ്രൈഡും ബ്രൈഡിന്റെ വീട്ടുകാരും ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഒരു ബിഗ് ഡേക്ക് എന്നെ തന്നെ സെലക്ട് ചെയ്തതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമന്റ്, ഫോളോയും ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.